നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റും അതുപോലെ തന്നെ ഓസ്റ്റിയോപോറോസിസ് എന്നുള്ളൊരു വിഷയമാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പമുള്ളത് തിരുവനന്തപുരത്തെ ജി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജനായ ഡോക്ടർ രാജേഷ് വി പിള്ളയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സാർ, നമുക്കറിയാം ഈ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ഇപ്പോൾ കൂടി വരുന്നൊരു സമയമാണ്. എപ്പോഴും നമുക്ക് മുട്ടുവേദനയായിട്ട് ആദ്യം കുറച്ചൊക്കെ കൊണ്ട് നടക്കാനൊക്കെ പറ്റുന്ന ഒരവസ്ഥയാണ്. നമുക്ക് വീട്ടിലെ കുറച്ച് ചൂടൊക്കെ പിടിച്ച് അത്യാവശ്യം എക്സസൈസൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകാറുണ്ട്. ഈ സന്ധിവേദനയുടെ പ്രധാന റീസൺസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ നിരത്താൻ സാധിക്കും? പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസൊക്കെ പരാജയപ്പെടുമ്പോൾ മാത്രമാണ് ഒരു ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ സന്ധിവേദനയെക്കുറിച്ച് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ കാരണങ്ങളാണ് കോമൺലി റീപ്ലേസ്മെൻറ്റിലേക്ക് എത്തപ്പെടുന്ന സന്ധിവേദനകൾ? ഇന്ത്യ, പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യ പ്രത്യേകിച്ചും കാണപ്പെടുന്നത് മുട്ടിൻ്റെ തേയ്മാനമാണ്. തേയ്മാനം എന്തുകൊണ്ട് കാണപ്പെടുന്നു എന്നുള്ളത് ഒരുപക്ഷെ വെയിറ്റ് കൂടുതലുണ്ടാവാം, അല്ലെങ്കിൽ എല്ലിന് കട്ടിക്കുറവ് കൊണ്ട് വരാം. നേരത്തെ മുട്ടിന് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തേയ്മാനത്തിനുള്ള സാധ്യത വളരെ കൂടുന്നു. രണ്ടാമതായി റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് മുതലായ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന് പറയപ്പെടുന്ന ഗ്രൂപ്പിലുള്ള ആർത്രൈറ്റിസ് കൊണ്ട് മുട്ടിന് തേയ്മാനങ്ങൾ സംഭവിക്കാം. ഇൻഫെക്ഷൻസ്, കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ അഡൽട്ട്ഹുഡിലോ സംഭവിക്കുന്ന ഇൻഫെക്ഷൻസ് കാർട്ടിലേജിനെ നശിപ്പിക്കുകയും, കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ തരുണാസ്ഥിയെ നശിപ്പിക്കുകയും അതുമൂലം ആർത്രൈറ്റിസും പെയിനും ഡീഫോർമിറ്റി, അതായത് മുട്ടുകൾ വളഞ്ഞു പോവുക മുതലായവ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുട്ടുവേദന വരാം. എല്ലാ മുട്ടുവേദനയ്ക്കും ഒരു ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ആവശ്യമില്ല. മുട്ടുവേദനയുടെ ഒരു അവസാന ഘട്ടത്തിൽ മാത്രമാണ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഈ നമ്മൾ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ സന്ധികൾ നമുക്ക് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റിന് നമുക്ക് സാധിക്കും? ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യാറുള്ളത് ഏത് ജോയിൻ്റ് ആയിരിക്കും? ഏഷ്യയിൽ കൂടുതലും മുട്ടിൻ്റെ തേയ്മാനമാണ് കൂടുതലായി കാണുന്നത്. നീ റീപ്ലേസ്മെൻറ്റ് സർജറീസാണ് കൂടുതലായും ഉള്ളത്. എന്നാൽ വെസ്റ്റേൺ കൺട്രീസിൽ കൂടുതലായും ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്സ് ആണ് കണ്ടുവരുന്നത്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ കാണപ്പെടുന്നത് നീ റീപ്ലേസ്മെൻറ്റ്സ് ആണ്. അത് കഴിഞ്ഞാൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്സ് ആണ് കാണുന്നത്. ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് കാരണവും തേയ്മാനം അല്ലെങ്കിൽ ഹിപ്പ് ജോയിൻറ്റിലേക്കുള്ള രക്തഓട്ടം നഷ്ടപ്പെട്ടിട്ട് അവാസ്കുലർ നെക്രോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ആവുകയും അതുകൊണ്ട് ഹിപ്പ് പെയിൻ, ഡീജനറേറ്റീവ് ആർത്രൈറ്റിസായി ഹിപ്പ് റീപ്ലേസ്മെൻ്റ് ആവുകയോ, അല്ലെങ്കിൽ മുൻപ് സംഭവിച്ച ട്രോമ, അതായത് ഇടുപ്പിനൊരു ഫ്രാക്ചർ സംഭവിക്കുകയോ അതിൽ ആദ്യത്തെ ഓപ്പറേഷനിൽ ചിലപ്പോൾ രക്തഓട്ടം നഷ്ടപ്പെടാം ചില ഫ്രാക്ചറുകളിൽ. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹിപ്പിന് തേയ്മാനം വരികയും അതുകൊണ്ട് ഉണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ടും ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് സാധാരണഗതിയിൽ ചെയ്യുന്നു. പിന്നീട് സാധാരണയായി ചെയ്യുന്ന റീപ്ലേസ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എൽബോ റീപ്ലേസ്മെൻറ്റും ഷോൾഡർ റീപ്ലേസ്മെൻറ്റാണ്. അതും യൂഷ്വലായി കണ്ടുവരുന്നത് ട്രോമാറ്റിക്കും ഡീജനറേറ്റും, എന്തെങ്കിലും ട്രോമ കൊണ്ട് അതിൻ്റെ കാർട്ടിലേജിന് എന്തെങ്കിലും പരിക്ക് സംഭവിക്കുക, രക്തഓട്ടം കുറയുക, അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് മുതലായ കാരണങ്ങളാൽ ഷോൾഡറും എൽബോയും അത്ര കോമൺ അല്ലെങ്കിൽ പോലും ചെയ്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും സാർ, നമ്മൾ ചിലപ്പോഴൊക്കെ ഈ മുട്ടുവേദനയായിട്ടൊക്കെ പോകുന്ന സമയത്ത് ഡോക്ടർമാർ ആദ്യമേ കുറച്ച് ഫിസിയോതെറാപ്പിയും കുറച്ച് ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസും എക്സസൈസും ഒക്കെ പറയാറുണ്ട് തുടക്കത്തിലുള്ള മുട്ടുവേദനകൾക്ക്. അപ്പോൾ പലരുടെയും മുട്ടുവേദന തുടക്കത്തിൽ കണ്ടു പല വർഷങ്ങൾ ട്രീറ്റ് ചെയ്തിട്ടായിരിക്കും ഒരു റീപ്ലേസ്മെൻറ്റിലേക്ക് എത്തപ്പെടുക എന്ന് പറയുന്നത്. നമുക്ക് ഈ റീപ്ലേസ്മെൻറ്റിൽ എത്താതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും? ഏറ്റവും പ്രധാനമായി നമ്മുടെ ബോഡി വെയ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതിനാണ് നീ റീപ്ലേസ്മെൻറ്റിന് ഏറ്റവും പ്രധാനം. ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അതായത് നമ്മുടെ മുട്ടിനകത്തൊരു നോർമലി സൈനോവിൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നൊരു ഫ്ലൂയിഡുണ്ട്. ആ ഫ്ലൂയിഡാണ് ഇവിടെ കാണുന്ന ഈ കാർട്ടിലേജ്, തരുണാസ്ഥി എന്ന് പറയുന്നത് ഇതാണ്. ഈ കാർട്ടിലേജിൻ്റെ നറിഷ്മെൻ്റ് എന്ന് പറയുന്ന സൈനോവിൽ ഫ്ലൂയിഡാണ്. ഈ നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ, നടക്കുകയും മറ്റും ചെയ്യുമ്പോൾ മാത്രമാണ് ഈ സൈനോവിൽ ഫ്ലൂയിഡ് ഈ കാർട്ടിലേജസിന് നറിഷ്മെൻറ്റ് നൽകുന്നത്. എക്സസൈസ്, വെയിറ്റ് കുറയ്ക്കൽ മുതലായ കാര്യങ്ങളാൽ തീർച്ചയായിട്ടും. സാധാരണഗതിയിൽ ഇത്തരം തേയ്മാനം സംഭവിക്കുന്നത് നമ്മൾ പലപ്പോഴും പറയുന്നത് ഏതൊരു അസുഖവും തുടക്കത്തിലേ കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് പ്രോഗ്രസ് ചെയ്യുന്നത് സൂക്ഷിക്കാൻ സാധിക്കും എന്ന് പറയുന്നത്. പലപ്പോഴും കണ്ടുവരുന്നത് ഈ 6, 7, 10 കൊല്ലം മുട്ടുവേദനയ്ക്ക് ട്രീറ്റ് ചെയ്യും, പിന്നീട് പോയിട്ട് അത് റീപ്ലേസ്മെൻറ്റിലേക്ക് എത്തപ്പെടുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ട്? നമ്മളെപ്പോഴും ഒരു അസുഖത്തെക്കുറിച്ച് പറയുമ്പോൾ ഹാർട്ട് ഡിസീസ് ആയിരുന്നാലും പ്രമേഹമായിരുന്നാലും എന്ത് തരം അസുഖമായിരുന്നാലും ഏർലി ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഗ്രഷനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും
പലപ്പോഴും ഈ മുട്ടുവേദനയുടെ കാര്യം വരുമ്പോൾ, തേയ്മാനത്തിൻ്റെ കാര്യം വരുമ്പോൾ അതിൻ്റെ പ്രോഗ്രഷൻ നമ്മൾ എത്രത്തോളം അറസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും? ഏറ്റവും പ്രധാനമായും വെയിറ്റ് റിഡക്ഷൻ തന്നെയാണ് പ്രോഗ്രഷൻ അറസ്റ്റ് ചെയ്യാനുള്ള സൊല്യൂഷൻ. അത് കഴിഞ്ഞാൽ ഏർലി ആർത്രൈറ്റിസ്, അതായത് തേയ്മാനത്തിൻ്റെ തുടക്കം സമയങ്ങളിൽ കാർട്ടിലേജിന് വേണ്ട നറിഷ്മെൻറ്റ് നൽകുന്ന മരുന്നുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് ഒരു പരിധിവരെ തേയ്മാനത്തിൻ്റെ പ്രോഗ്രഷനെ തടയും. അതല്ലാതെ ഏർലി ആർത്രൈറ്റിസിൽ നമ്മൾ ഈ മുട്ടിന് വളവ് സംഭവിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വളവ് തുടങ്ങുന്ന സമയത്ത് ഈ മുട്ടിൻ്റെ അലൈൻമെൻറ്റ് മാറ്റുന്ന സർജറികളുണ്ട്, ടിബിയൽ ഓസ്റ്റിയോട്ടമീസ് എന്ന് പറഞ്ഞിട്ട്. അതായത് വെയിറ്റ് ബെയറിംഗ് ഒരു നോർമൽ കാർട്ടിലേജ് ഉള്ള ഏരിയയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, മെക്കാനിക്കൽ ആക്സസ് മാറ്റുക. അങ്ങനെയുള്ള സർജറീസ് ഏർലി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നീ റീപ്ലേസ്മെൻറ്റ് ഒഴിവാക്കാം. പക്ഷേ മൊത്തത്തിൽ തേഞ്ഞൊരു മുട്ടിന് പിന്നീട് ആകെയുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് നീ റീപ്ലേസ്മെൻറ്റ് മാത്രം തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, പ്രായമായ ആൾക്കാരൊക്കെ പോകുമ്പോൾ, നടന്നു പോകുമ്പോഴേ നമുക്ക് തന്നെ അറിയാം അവരുടെ മുട്ട് ഒരു വില്ല് പോലെ വളഞ്ഞ് ഷേപ്പിൽ ആൾക്കാർ നടന്നു പോകുന്നത്. ചില ആൾക്കാർക്കാകട്ടെ ഇത് അധികം വേദനയൊന്നും ഉണ്ടാക്കിക്കാറില്ല. അവർക്കിപ്പോൾ ഒരു എക്സ്റേ എടുത്ത് നോക്കിയാലും നല്ല തേയ്മാനം ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് വേദന അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടല്ല. അവർക്ക് ആക്ടിവിറ്റീസിൽ വരുന്ന റെസ്ട്രിക്ഷൻ അല്ലാതെ വേദന അവർക്കൊരു ബുദ്ധിമുട്ടല്ല. പക്ഷേ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന എല്ലാ മുട്ടുകളും, ഒരു പരിധിയിൽ കൂടുതൽ വളഞ്ഞിരിക്കുന്ന എല്ലാ മുട്ടുകളും ഒരു റീപ്ലേസ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ? യഥാർത്ഥത്തിൽ വേദനയാണോ യഥാർത്ഥത്തിൽ ഒരു റീപ്ലേസ്മെൻറ്റിലേക്ക് അവർ എത്തിക്കുന്ന ഒരു ഇൻഡിക്കേഷൻ? തീർച്ചയായിട്ടും വളഞ്ഞിരിക്കുന്ന എല്ലാ മുട്ടുകളും സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. പെയിൻ തന്നെയാണ് അതിന് ഇൻഡിക്കേഷൻ. ആ പെയിൻ ആൻഡ് റെസ്ട്രിക്റ്റഡ് ആക്ടിവിറ്റി, അതായത് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ റെസ്ട്രിക്ഷൻ വരികയും വേദന കൊണ്ട് അവർ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുമ്പോൾ മാത്രം തന്നെയാണ് ഒരു നീ റീപ്ലേസ്മെൻറ്റ് ആവശ്യം ഉള്ളത്. നീ റീപ്ലേസ്മെൻറ്റിലേക്ക് എത്തപ്പെടുന്നത്, അതായത് ഏതൊരു സന്ധിയും അതിൻ്റെ റീപ്ലേസ്മെൻറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ്, അതായത് തേയ്മാനം മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണം റീപ്ലേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിലായിരിക്കും അവർ കടന്നു പോകുക? അവർ മറ്റെന്തൊക്കെ സാഹചര്യങ്ങളായിരിക്കും ഒരു റീപ്ലേസ്മെൻറ്റിന് മുമ്പ് നമ്മൾ ശ്രമിച്ചു നോക്കുക? ആദ്യകാലഘട്ടങ്ങളിൽ പെയിനുമായി വരുമ്പോൾ പെയിനിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ എന്ന് കണ്ടെത്തുക. മുട്ടിനകത്ത് രണ്ട് എല്ലുകളുടെ ഇടയ്ക്ക് മെനിസ്കസ് എന്ന് പറയുന്ന ഒരു ഷോക്ക് അബ്സോർബർ പോലൊരു സ്ട്രക്ചറുണ്ട്. അതുകൂടാതെ അതിനകത്ത് ലിഗമെൻറ്റ്സ് ഉണ്ട്. അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മുട്ടുവേദന വരാം. അതൊക്കെ യൂഷ്വലി ആക്റ്റീവായിട്ടുള്ള ചെറുപ്പക്കാരിലാണ് കൂടുതൽ കാണുക. ആ പ്രോബ്ലം അന്ന് പരിഹരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഭാവിയിൽ ആ മുട്ടിന് ഒരു തേയ്മാനം അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. പിന്നീട് ഏർലി ആർത്രൈറ്റിസ്, അതായത് തേയ്മാനത്തിൻ്റെ തുടങ്ങുന്ന സമയത്താണെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, അതായത് നീർക്കെട്ടിനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുമായിട്ടുള്ള മരുന്നുകൾ തുടങ്ങാം. അതിനോടൊപ്പം തന്നെ എക്സസൈസ്, അതായത് കാലിലെ മസിലുകൾക്ക് വേണ്ട എക്സസൈസസ്, ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ്സ്, അതിൻ്റെ കൂടെ ഈ ന്യൂട്രീഷൻ, അതായത് കാർട്ടിലേജ് തരുണാസ്ഥിക്ക് വേണ്ട പോഷക സപ്ലിമെൻറ്റ്സ്, അങ്ങനെയുള്ള മരുന്നുകൾ തുടങ്ങാവുന്നതാണ്. ഒരു പരിധിവരെ അത് രോഗത്തിനെ പ്രിവെൻറ്റ് ചെയ്തില്ലെങ്കിലും അതിൻ്റെ പ്രോഗ്രഷൻ ഡിലേ ചെയ്യും തീർച്ചയായിട്ടും. പലരും പറയാറുണ്ട്, നമുക്കിപ്പോൾ ഒരു കത്തി വയ്ക്കുക എന്ന് പറയുന്ന ശരീരത്തിനകത്ത് ആര് തന്നെ ആയിരിക്കട്ടെ, ഒരു സർജന് പോലും ശരീരത്തിൽ ഒരു കത്തി വയ്ക്കുക എന്ന് പറയുന്നത് ഇഷ്ടമുള്ള കാര്യമല്ലേ, പൊതുജനങ്ങൾക്കും സാധാരണമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഒരാൾ ഒരു റീപ്ലേസ്മെൻറ്റിലേക്ക് കടക്കുമ്പോൾ അവർക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജ് ആയിരിക്കാം അവർക്ക് പ്രതീക്ഷിക്കുക? എപ്പോഴും ഒരു സർജറിക്ക് അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാകും. അപ്പോൾ എന്തൊക്കെയായിരിക്കണം അതിൻ്റെ ഡീമെറിറ്റ്സ്? തീർച്ചയായിട്ടും ഒരു സർജൻ സർജറിക്ക് ചെയ്യുന്നതിന് മുമ്പ് അത് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് എക്സ്പീരിയൻസ് കൂടുന്തോറും നമ്മൾ പഠിക്കുന്നത്. ഒരു സർജറി ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമമെന്ന് നമ്മൾ ഈ ഓരോ വർഷത്തെ എക്സ്പീരിയൻസ് നമ്മളതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ ആശങ്ക, ഒരുപക്ഷെ അതിനേക്കാൾ വളരെ ആശങ്ക ഒരു പേഷ്യൻറ്റിനും ഉണ്ടായേക്കാം. ഒരു ഓപ്പറേഷൻ പോകുന്നത്, ഒരു അനസ്തീഷ്യ, പിന്നെ മറ്റുള്ളവരുടെ പ്രതികരണങ്ങൾ, ചെയ്ത് കഴിഞ്ഞവരുടെ പ്രതികരണങ്ങൾ, നല്ല പ്രതികരണങ്ങൾ, ദോഷമായ പ്രതികരണങ്ങൾ, ഇതെല്ലാം അവരെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മൾ സർജറി കൊണ്ട് എന്താണ് എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു മുട്ട് മാറ്റി വെക്കുന്ന ഒരു ശസ്ത്രക്രിയ ചെയ്യുന്നത് ഒരു 55-60 ഇയേഴ്സിന് മുകളിലോട്ടുള്ള സ്ത്രീയിലോ പുരുഷനിലോ തന്നെ ആയിരിക്കും. അതിന് മുൻപുള്ള പ്രായങ്ങളിലും ചെയ്യാറുണ്ടെങ്കിൽ പോലും അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ചെയ്യാറുള്ളൂ. ഒരു ആവറേജ് ഏജ് എന്ന് പറയുന്നത് ഒരു 60 ഇയേഴ്സിലാണ് നമ്മൾ ജോയിൻറ്റ് റീപ്ലേസ് ചെയ്യുന്നത്. ഒരു റീപ്ലേസ്മെൻറ്റ് ലൈഫ് എന്ന് പറയുന്നത് 15 to 20 ഇയേഴ്സാണ്. അതിനകത്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയലിൻ്റെ ലൈഫ് 15 to 20 ഇയേഴ്സ് കഴിയുമ്പോൾ അത് പിന്നീട് റിവിഷൻ വേണ്ടി വന്നേക്കാം. പലപ്പോഴും അത് വേണമെന്ന് നിർബന്ധമില്ല, എന്നാൽ പോലും വേണ്ടി വന്നേക്കാം. അപ്പം ഒരു 60 ഇയേഴ്സിൽ ചെയ്യുന്നൊരു സർജറി എന്ന് പറയുമ്പോൾ ഒരു 80 ഇയേഴ്സ് വരെ, അത് 80 വയസ്സ് വരെ അത് മുമ്പോട്ട് പോകും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ആ ഒരു സർജറി കൊണ്ട് ആ പേഷ്യൻ്റ് ലൈഫ് ടൈമിൽ ആ ബുദ്ധിമുട്ട്
മാറും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ 60 ഇയേഴ്സ് വരെ കൊണ്ടെത്തിക്കുന്നത്. 60 ഇയേഴ്സിൽ നോർമലായിട്ടൊരു വ്യക്തി എന്തെല്ലാം ചെയ്യുമോ, അല്ലെങ്കിൽ 60 to 65 ഇയേഴ്സിൽ നോർമലായ ഒരു വ്യക്തി എന്തെല്ലാം ചെയ്യുമോ അതെല്ലാം ഒരു നീ റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലും ചെയ്യാൻ സാധിക്കും. ഒരു 65 വയസ്സുള്ള ഒരാൾ, ഒരു സ്ത്രീയോ പുരുഷനോ സാധാരണഗതിയിൽ നടക്കാൻ പോകുമായിരിക്കാം, അത് തീർച്ചയായിട്ടും റീപ്ലേസ്മെൻറ്റ് ശേഷവും നടക്കാൻ പോകും. ഒരു ഇന്ത്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിൽ മാത്രമേ ഉള്ളൂ ഒരു കാര്യമായ റെസ്ട്രിക്ഷൻ. അല്ലാതെ ആ ഏജ് ഗ്രൂപ്പിലുള്ള ആര് ചെയ്യുന്ന ആക്ടിവിറ്റീസും റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞാലും തീർച്ചയായിട്ടും ചെയ്യാം. തീർച്ചയായും അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ചില ആൾക്കാർ മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞവർ പറയാറുണ്ട് വളരെ നല്ലതാണ്, കംഫർട്ടബിളാണ്, നേരത്തെ കാട്ടി പെയിൻ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് വളരെ കുറവാണെന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്തൊരു ചില ആൾക്കാരും അതുപോലെ തന്നെ ഈ മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം പണ്ടുണ്ടായതിനെ കാട്ടി ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ കൂടുതലാണെന്ന് കംപ്ലയിൻറ്റ് പറയുന്ന ഒരു ചെറിയ വിഭാഗക്കാരുമുണ്ട്. എന്തുകൊണ്ട് അത്തരം രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഈ പേഷ്യൻസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നു? അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? പ്രൈമറി ആയിട്ട് ഒരു റീപ്ലേസ്മെൻറ്റ് പേഷ്യൻറ്റിനോട് സജസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മോട്ടിവേറ്റഡ് പേഷ്യൻ്റ് ആണെങ്കിൽ അതിൻ്റെ എൻഡ് റിസൾട്ട് ഓൾവേസ് വിൽ ബി ബെറ്റർ. അതായത് പേഷ്യൻറ്റിന് തന്നെ തോന്നണം എൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണം, എനിക്ക് മറ്റൊരാളുടെ സഹായം കൂടാതെ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളൊരു മോട്ടിവേഷനുള്ളൊരു പേഷ്യൻറ്റ് തീർച്ചയായിട്ടും റിസൾട്ട്സ് ബെറ്റർ തന്നെയായിരിക്കും. വളരെ അഡ്വാൻസ്ഡ് ഡിസീസിലുള്ളവർ, അതായത് മുട്ടുകൾ വളരെയധികം വളഞ്ഞു പോവുക, ഒരുപക്ഷെ 5 വർഷത്തിന് മുമ്പ് തന്നെ ഡോക്ടർ മുട്ട് മാറ്റി വെക്കണമെന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പല കാരണങ്ങളാൽ, സാമ്പത്തികമാവാം, അല്ലെങ്കിൽ പേടിയാകാം, ഒരു ഓപ്പറേഷൻ എങ്ങനെയെങ്കിലും ഒഴിവാകുന്നെങ്കിൽ ഒഴിവാവട്ടെ എന്നുള്ളതാവാം. അത് കാരണം നീട്ടി വെക്കും തോറും ഈ ഡീഫോർമിറ്റീസ്, അതായത് മുട്ടിൻ്റെ വളവുകൾ കൂടി വരും. ഈ വളവുകൾ കൂടുന്തോറും നമ്മുടെ കാലിൻ്റെ മസിലുകളും വീക്കായിക്കൊണ്ടേയിരിക്കും. പോസ്റ്റ് ഓപ്പറേറ്റീവ് റീഹാബിലിറ്റേഷൻ അതുപോലെ ബുദ്ധിമുട്ടായിരിക്കും. മസിൽ എന്ന് പറയുന്ന ടിഷ്യൂ നമ്മൾ ആക്റ്റീവായി നിലനിർത്തുന്നിടത്തോളം കാലം അതിൻ്റെ ഫങ്ഷൻ നന്നായിരിക്കും. അത് ഇനാക്റ്റീവായാൽ, അതിൻ്റെ ആക്ടിവിറ്റി ലെവൽ ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നീട് അതിനെ റീഹാബിലിറ്റേറ്റ് ചെയ്തെടുക്കാൻ കുറേ ടൈം എടുക്കും. പലപ്പോഴും ഈ ഡിലേയ്ഡ് സർജറി, അതായത് ഒരുപാട് ഡിസീസ് അഡ്വാൻസ്ഡ് ആയിട്ട് സർജറി അണ്ടർഗോ ചെയ്യുന്ന പേഷ്യൻസിലാണ് കൂടുതലും ഡിസാറ്റിസ്ഫാക്ഷൻ കണ്ടുവരുന്നത്. അതിൻ്റെ മസിൽ റീഹാബിലിറ്റേഷൻ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ റീസൺ. പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫിസിയോതെറാപ്പി ഒരുപക്ഷെ വളരെ കാലം അവർ ചെയ്യേണ്ടിയിരിക്കുന്നു, അത് ചെയ്യാത്തത് കൊണ്ടുപോകാം. പിന്നെ ഒരുപക്ഷെ എക്സ്പെക്റ്റേഷൻ ലെവൽസ് വളരെ കൂടുതലായിരിക്കും. അതായത് ഒരു റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് 30 വയസ്സിൽ സാധിച്ചതെല്ലാം സാധിക്കാൻ പറ്റുമെന്നുള്ള എക്സ്പെക്റ്റേഷൻ ലെവൽസും ഒരു വലിയ ഘടകമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മോട്ടിവേഷൻ തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു കോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഹലോ, ആരാ സംസാരിക്കുന്നേ? സാർ കോള് കട്ടായിന്ന് തോന്നുന്നു. സാർ, സാധാരണഗതിയിൽ ഈ മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലേക്ക് വിധേയനാകുമ്പോൾ സാർ നേരത്തെ പറഞ്ഞുള്ള എക്സ്പെൻസ് വളരെയധികം എക്സ്പെൻസാണ് ഇത്തരം ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്. ഒരു സാധാരണഗതിയിൽ നമ്മുടെ സാധാരണക്കാർക്ക് പറ്റുന്നതിന് കുറച്ച് മുകളിലാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെ ഘടകങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസിനെ നിർണ്ണയിക്കപ്പെടുന്നത്? പലപ്പോഴും നമുക്ക് പറയുന്നുണ്ട് ഈ ഇംപ്ലാൻറ്റ്സ് പലപ്പോഴും കോസ്റ്റ്ലി ആകുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് മറ്റുള്ള അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പുള്ള ഒരു മെറ്റീരിയൽ അവൈലബിലിറ്റി ആണോ ഇപ്പോഴും ഉള്ളത്? ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഇതിൻ്റെ കോസ്റ്റ് നമുക്ക് താഴേക്ക് കുറച്ച് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്? അധികവുമായും നമ്മൾ അമേരിക്കൻ കമ്പനീസ് തന്നെയാണ് ഇംപ്ലാൻറ്റ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളതും അത് മാർക്കറ്റ് ചെയ്യുന്നതും. മാനുഫാക്ചറിങ് പലപ്പോഴും പുറം രാജ്യങ്ങളിൽ തന്നെയാണ്. ഇന്ത്യയിലും പല കമ്പനികൾ ഇപ്പോൾ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വരുന്ന ഇംപ്ലാന്റ് ആയതുകൊണ്ട് അതിൻ്റെ കോസ്റ്റ് വളരെയധികം കൂടുതൽ തന്നെയായിരിക്കും. പിന്നെ ഈ സർജറിക്ക് ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ഡിസ്പോസിബിളാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രേപ്പ്, ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന എന്താ പറയുക, ഷീറ്റ്, സർജന് ഉപയോഗിക്കുന്ന ഗൗൺ മുതലായവ എല്ലാം ഡിസ്പോസിബിൾ തന്നെയാണ്. പിന്നെ ഒരു പ്രത്യേക സജ്ജീകരണങ്ങളുള്ള OT തിയേറ്ററിലാണ് ഇത് ചെയ്യുന്നതും. ലാമിനാർ എയർ ഫ്ലോ എന്ന് പറയുന്ന പ്രത്യേക എയർ ഫിൽട്ടർ മെക്കാനിസം, അതായത് അതുകൊണ്ട് രോഗാണു ആ തിയേറ്ററിനകത്ത് ഒരു കാരണവശാലും കടന്നു വരാതിരിക്കാൻ വേണ്ടിയുള്ള മാക്സിമം പ്രൊട്ടക്ഷനാണ് ഒരു ഫിൽറ്റേർഡ് എയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലാമിനാർ എയർ ഫ്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോസ്റ്റുകൾ തന്നെയാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതലായി നിൽക്കുന്നതും. ഇംപ്ലാന്റുകൾ ഭാവിയിൽ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത് തുടങ്ങുമ്പോൾ, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കോസ്റ്റ് കുറഞ്ഞു തന്നെ വരും. തീർച്ചയായിട്ടും. എപ്പോഴും മുറ്റു മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ മുട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറ്റി വെക്കുകയാണോ ചെയ്യുന്നത്, അതോ തേയ്മാനം ബാധിച്ച സ്ഥലം മാത്രമാണോ യഥാർത്ഥത്തിൽ നമ്മൾ റീപ്ലേസ്മെൻറ്റിനായിട്ട് എടുക്കുക? ഒരു നോർമൽ നീ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ തരുണാസ്ഥികൾ വളരെ ക്ലീനാണ്, ക്ലിയറാണ്, വെൽ ലൂബ്രിക്കേറ്റഡ് ആണ്.
ഏർലി ആർത്രൈറ്റിസ്, അതായത് തേയ്മാനം തുടങ്ങുന്ന സമയങ്ങളിൽ ആ തരുണാസ്ഥികളിൽ ബ്രേക്കുകൾ സംഭവിക്കുകയും അത് അതിൻ്റെ ക്വാളിറ്റി ഡിമിനിഷ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അഡ്വാൻസ്ഡ് ആർത്രൈറ്റിസിൽ ഏതാണ്ട് പൂർണ്ണമായും തരുണാസ്ഥികൾ ഡാമേജ് ചെയ്യപ്പെടുന്നു. ഇന്ത്യയിൽ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ഇതിനേക്കാട്ടിലും വളരെ ഭീകരമായ ഒരു സിറ്റുവേഷനാണ്. കാരണം തരുണാസ്ഥി ഇല്ലയെന്ന് മാത്രമല്ല, പലപ്പോഴും ബോണിന് ബെൻഡും ഡീഫോർമിറ്റീസും ഒക്കെ ആയിട്ടുള്ളൊരു സ്റ്റേജിലാണ് പേഷ്യൻ്റ് ഡോക്ടറെ അടുത്ത് വരികയോ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷന് തയ്യാറാവുകയോ ചെയ്യുന്നത്. അതിനൊരു പക്ഷേ കോസ്റ്റ് തന്നെ ആയിരിക്കാം അതിൻ്റെ ഒരു ഫാക്ടർ. നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഡാമേജ്ഡ് ആയ എൻസ്, അതായത് ഇതെന്ന് പറയുന്നത് മുകളിലത്തെ തുടയെല്ലും ഇത് കാലിൻ്റെ എല്ലുമാണ്. ഈ തുടയെല്ലിൻ്റെ ഡാമേജ്ഡ് ആയ പാർട്ട് കട്ട് ചെയ്തു, താഴത്തെ കാലിൻ്റെ ഡാമേജ്ഡ് ആയ എല്ലും കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലുള്ള ഒരു മെറ്റൽ ആണ് ഇടുന്നത്. ഇത് തുടയെല്ലിൽ ഇടുന്നത് മെറ്റലും ഇത് കാലിൽ ഇടുന്ന മെറ്റലും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഹൈലി ക്രോസ് ലിങ്ക്ഡ് പോളി എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് പ്ലാസ്റ്റിക് മോളിക്യൂളാണിത്. നേരത്തെ ചോദിച്ച ചോദ്യം, ഇതിൻ്റെ ഈ മെറ്റീരിയലിൻ്റെ ഡെവലപ്മെൻറ്റ് അനുസരിച്ചാണ് ഈ നീ റീപ്ലേസ്മെൻറ്റ് ലൈഫ് സ്പാൻ കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടൊരു പ്ലാസ്റ്റിക് നമുക്ക് ഉണ്ടായിരുന്നില്ല. അന്ന് ഒരു പക്ഷേ ഒരു 10 ഇയേഴ്സാണ് ഒരു ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റിൻ്റെ ലൈഫ് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അത് 15 to 20 ഇയേഴ്സിലേക്ക് നീങ്ങിയത് ഇതിൻ്റെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് കൊണ്ട് തന്നെയാണ്. ഒരു നീ റീപ്ലേസ്മെൻറ്റിൽ അകത്ത് വരുന്ന ആക്ച്വൽ ഇംപ്ലാന്റാണിത്. ഇതാണ് ഫീമർ എന്ന് പറഞ്ഞാൽ തുടയല്, ഇത് കാലിൻ്റെ അല്ല, ഇതാണ് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ പ്ലാസ്റ്റിക് മെറ്റീരിയൽ. അപ്പോൾ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എപ്പോഴും ഒരു 5 ചിലപ്പോൾ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റിനെ പറഞ്ഞതിന് ശേഷം ഒരു 5 കൊല്ലം 6 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കാം ഒരു പക്ഷേ പേഷ്യൻ്റ് റീപ്ലേസ്മെൻറ്റിലേക്ക് പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴാണ് റീപ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം? ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സർജറി ഒഴിവാക്കുക എന്നുള്ളതാണ് എപ്പോഴും ഒരു ഡോക്ടറുടെ തീരുമാനമെന്ന് തന്നെ ഡോക്ടർ പറയുകയുണ്ടായി. അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് അത് അറിയുന്നത് ഒരു ഡോക്ടറെക്കാട്ടിലും കൂടി ഒരു പേഷ്യൻ്റ് തന്നെയാണ്. പെയിൻ, വേദന, അസഹ്യമായ വേദന, ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, അതായത് ദൈനംദിന കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വരിക എന്ന് പറയുന്നത് പേഷ്യൻ്റ് മാത്രം, ആ വ്യക്തി മാത്രം അനുഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതുതന്നെയാണ് ദ ഐഡിയൽ ടൈം. ആ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് കുറഞ്ഞു വരുന്തോറും അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറയുന്നു, മസിലിൻ്റെ ആക്ടിവിറ്റി കുറയുന്നു, മസിലിൻ്റെ ടോൺ കുറയുന്നു, അത് എല്ലുകളുടെ ബലത്തിനെ ബാധിക്കുന്നു, എല്ലിന് കട്ടിക്കുറവ് വരുന്നു, ഡീഫോർമിറ്റീസ് പ്രോഗ്രസ് ചെയ്യുന്നു, വളവുകൾ പ്രോഗ്രസ് ചെയ്യുന്നു. അങ്ങനെ ആ പ്രോഗ്രഷൻ കൂടി വരികയാണ്. ദ ഐഡിയൽ ടൈം ഫോർ എ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ഇസ് ടു ബി ഡിസൈഡഡ് ബൈ ദ പേഷ്യൻ്റ് ഇറ്റ്സെൽഫ്. ആ പെയിൻ, വേദന, ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് ലിമിറ്റേഷൻ വരിക, അതുതന്നെയാണ് ഒരു ഐഡിയൽ ടൈം ഫോർ സർജറി. അതുപോലെ തന്നെ സ്ത്രീകളിൽ ഇത്തരം മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരേപോലെ തേയ്മാനം ഉണ്ടാകുന്ന 2 വ്യക്തികൾക്ക് തമ്മിൽ വേദനയിൽ വലിയ അന്തരം ഉണ്ടാകാറുമുണ്ട്. തീർച്ചയായിട്ടും അത് പെയിൻ ടോളറൻസ് ഒരു വലിയ ഫാക്ടറാണ്. പക്ഷേ ഒരു വ്യക്തിക്ക് ഒരു ഇഞ്ചക്ഷൻ്റെ വേദന പോലും സഹിക്കാൻ പറ്റില്ല. പക്ഷേ മറ്റൊരു വ്യക്തിക്ക് ഒരു വലിയ മുറിവ് പറ്റിയാലും അതൊരു നിസ്സാരമായി തോന്നാറുണ്ട്. പെയിൻ ടോളറൻസ് ഒരു ഫാക്ടറാണ്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഈ സ്ത്രീകളിലാണ് കൂടുതലും മുട്ടിൻ്റെ തേയ്മാനം കണ്ടുവരുന്നതും ഓപ്പറേഷൻ ചെയ്യുന്നതും. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് സ്ത്രീകൾ കുറച്ചും കൂടെ ഹയർ വെയ്റ്റ് ഗെയിനിങ് അല്ലെങ്കിൽ വെയിറ്റ് കൂടുതലുള്ള കൂട്ടറിലാണ് കൂടുതൽ ഇത് കാണുന്നത്. അപ്പം വെയിറ്റ് ഗെയിൻ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു കാരണം. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി, കുറേയൊക്കെ വ്യായാമവും നടക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും തേയ്മാനത്തിൻ്റെ പ്രോഗ്രഷനെ കുറയ്ക്കുകയും കുറച്ചും കൂടി ആ ഒറിജിനൽ ജോയിൻറ്റിന് കുറേ കൂടി ലൈഫ് കിട്ടുകയും ചെയ്യും. ഒരുപക്ഷെ ആക്ടിവിറ്റി ലെവൽ കുറയുന്നതാവാം ഒരു കാരണം. വേദന കൂടുതൽ, ഒരേ തേയ്മാനമുള്ള 2 പേരിൽ ഒരാൾക്ക് വേദന കൂടുതൽ മറ്റൊരാൾക്ക് വേദന കുറവ് എന്ന് പറയുന്നത് അത് ഒരു പെർസ്പെക്റ്റീവായിട്ടുള്ള കാര്യമാണ്. അത് ഒരുപക്ഷെ ഒരു വ്യക്തിക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു, മറ്റൊരു വ്യക്തിക്ക് വേദന കുറച്ച് അനുഭവപ്പെടുന്നു. വേദന തന്നെയാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഈ ഓസ്റ്റിയോപോറോസിസ് ഉള്ള ആൾക്കാരിൽ ഇത്തരം മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ പോസിബിൾ ആണോ? റുമറ്റോയിഡ് ആർത്രൈറ്റിസ് തുടങ്ങിയ ആർത്രൈറ്റിസ് ഉള്ള ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഉള്ള ആൾക്കാരിൽ എല്ലിന് വളരെയധികം കട്ടിക്കുറവ് തന്നെയായിരിക്കും. ഏജ് കൊണ്ടും വരാം. സ്ത്രീകളിൽ പോസ്റ്റ് മെനോപോസൽ ടൈമിൽ പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കഴിഞ്ഞാൽ സിനൈൽ ഓസ്റ്റിയോപോറോസിസ്, പ്രായം കൂടുന്നതിനനുസരിച്ചുള്ള ഓസ്റ്റിയോപോറോസിസ്, ഇതെല്ലാം കൊണ്ടും എല്ലിന് കട്ടി കുറയാം. പ്രത്യേകിച്ചും ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യത്തിൽ പറയുകയാണെങ്കിൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പേഷ്യൻസിൽ എല്ലിന് വളരെയധികം കട്ടി കുറവ് തന്നെയാണ്. അങ്ങനെയുള്ള പേഷ്യൻസിൽ പ്രത്യേകതരം ഇംപ്ലാന്റ്, അതായത് നമ്മൾ ഈ
ഫീമറിലും ടിബിയലും തുടയിലും കാലിലേക്കും ഇടുന്ന ആ ഇംപ്ലാന്റിലേക്ക് ഒരു സ്പെഷ്യലൈസ്ഡ് സ്റ്റെം ഇടുകയും അതിന് സ്പെഷ്യൽ സപ്പോർട്ട്സ് കൊടുക്കുകയും മുതലായ സ്പെഷ്യലൈസ്ഡ് ഇംപ്ലാന്റ്സ് സ്പെഷ്യൽ ഇംപ്ലാന്റ് ഡിസൈൻസ് ഉണ്ട് അതിന് ഉപയോഗിക്കാനായിട്ട്, എല്ലിന് കട്ടിക്കുറവുള്ളവർക്ക്. പിന്നീട് ഓപ്പറേഷന് ശേഷം എല്ലിൻ്റെ കട്ടി കൂട്ടാനായിട്ടുള്ള മരുന്നുകൾ എടുക്കുക. അത് ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള മരുന്നുകളുണ്ട്, ഗുളിക രൂപത്തിലുള്ളതുണ്ട്. അത് ആ ഓരോ പേഷ്യൻ്റെയും മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ആ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും ഏത് തരം ആൻറ്റി ഓസ്റ്റിയോപോറോസിസ് മെഡിക്കേഷനാണ്. ഈ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന പ്രശ്നം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും ഓസ്റ്റിയോപോറോസിസ് ഒരു വലിയ പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിസീസ് തന്നെയാണ്. ഇപ്പോൾ പ്രായം കുറഞ്ഞവരിലും എല്ലിന് കട്ടി കുറവ് കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാന കാരണമെന്ന് പറയുന്നത് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ്. വിറ്റമിൻ ഡി എന്ന് പറയുന്നത് സൺലൈറ്റിൽ നിന്ന് മാത്രമാണ് വിറ്റമിൻ ഡിയുടെ ഒരു സോഴ്സ്. സൺലൈറ്റ് നമ്മുടെ സ്കിന്നിൽ വീഴുമ്പോൾ അവിടെ നിന്നാണ് വിറ്റമിൻ ഡിയുടെ സിന്തസിസ് തുടങ്ങുന്നത്. വിറ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ കാൽഷ്യം നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുള്ളൂ. കഴിക്കുന്ന ആഹാരത്തിൽ നിന്നോ അല്ലെങ്കിൽ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് ആവട്ടെ, വിറ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ അബ്സോർബ് ആവുള്ളൂ. ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ, അതായത് പലരും രാവിലെ AC ഓഫീസിൽ പോകുന്നു, വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞൊക്കെ ആയിരിക്കാം ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ സൺലൈറ്റ് എക്സ്പോഷർ വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇപ്പോൾ വളരെയധികം കൂടുതലാണ്. അതിന് പ്രായമല്ല പരിധി, പ്രായമല്ല കാരണം, അതിന് സൺലൈറ്റ് എക്സ്പോഷറിൻ്റെ കുറവ് തന്നെയാണ്. 30 വയസ്സും 35 വയസ്സും ഉള്ളവരിലൊക്കെ വിറ്റമിൻ ഡി വളരെ ലോ ആയിട്ട്, അതായത് വെരി ലോ ലെവൽസിലാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതിന് വിറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സാണ് നമ്മൾ കൊടുക്കാറുള്ളത്. പക്ഷേ അതിലും ഈ സപ്ലിമെൻറ്റ്സിനെക്കാട്ടിലും വളരെ സുപ്പീരിയറാണ് സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന വിറ്റമിൻ ഡിയുടെ ക്വാളിറ്റി. അപ്പം അതുകൊണ്ട് എല്ലിന് കട്ടിക്കുറവ് പ്രായം കുറവുള്ളവരിലും കണ്ടുവരുന്നുണ്ട്. പ്രായം കൂടുമ്പോൾ പോസ്റ്റ് മെനോപോസൽ ഈസ്ട്രോജൻ എന്ന ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ പോസ്റ്റ് മെനോപോസൽ പീരീഡിൽ എല്ലിന് കട്ടി കുറയാം, പ്രായം കൊണ്ടും കട്ടി കുറയാം. ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത്, ഒന്ന്, ഏത് പ്രായമാവട്ടെ സൺലൈറ്റിന് എക്സ്പോസ്ഡ് ആവുക, കാൽഷ്യം റിച്ച് ഫുഡ്സ് കഴിക്കുക, എഗ്, മിൽക്ക് പ്രോഡക്ട്സ്, അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ മീറ്റ് ആൻഡ് മീറ്റ് പ്രോഡക്ട്സ് അധികമല്ല, ആവശ്യത്തിന്. പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് മുതലായ കാൽഷ്യം റിച്ച് ഫുഡ്സ് കഴിക്കുക. പ്രായമാവുന്നതിനനുസരിച്ച് കാൽഷ്യം സപ്ലിമെൻറ്റ്സ് എടുക്കുക. പിന്നീട് വളരെയധികം എല്ല് കട്ടിക്കുറവെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം ഒരു ബോൺ ഡെൻസിറ്റി ചെയ്ത് അത് വളരെ തീർച്ചയായിട്ടും ഡോക്ടറുടെ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഓസ്റ്റിയോപോറോസിസിനെ കുറിച്ചും അതുപോലെ തന്നെ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റിനെ കുറിച്ചും വളരെ ലളിതമായി തന്നെ പറഞ്ഞു തന്നതിൽ ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ പീപ്പിൾ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello.peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.